വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ഫാറ്റി ലിവറിന് പരിഹാരം ആയുർവേദത്തിൽ, കരളിന് കരുത്തേകാൻ വഴികൾ. ഇന്നത്തെ കാലത്ത് ഫാറ്റി ലിവർ എന്ന പ്രശ്നം സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ്. തെറ്റായ ജീവിതശൈലിയും തെറ്റായ ഭക്ഷണശീലങ്ങളും നിങ്ങളുടെ കരളിനെ ദോഷകരമായി ബാധിക്കുന്നു. കരൾ കോശങ്ങളിൽ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോൾ ഫാറ്റി ലിവർ എന്ന പ്രശ്നം ഉണ്ടാകുന്നു. അമിതമായ മദ്യം കഴിക്കുന്ന ആളുകൾക്ക് ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ മദ്യം കഴിക്കാത്തവരിലും ഫാറ്റി ലിവർ ഉണ്ടാകാം. കരൾ വീക്കം വർദ്ധിക്കുന്നത് മൂലം കരൾ തകരാറിലാകാനുള്ള സാധ്യത ഉണ്ടാകുന്നു. ഫാറ്റി ലിവർ പ്രശ്നത്തിന് യഥാസമയം ചികിത്സ ലഭിച്ചില്ലെങ്കിൽ രോഗി മരിക്കാൻ പോലും സാധ്യതയുണ്ട്. ശരിയായ ഭക്ഷണം കഴിക്കുകയും ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ ഫാറ്റി ലിവർ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാവുന്നതാണ്. ആയുർവേദത്തിന്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് ഫാറ്റി ലിവർ എങ്ങനെ സുഖപ്പെടുത്താമെന്ന് നോക്കാം. അതിനുള്ള വഴികളുമായി പോകാം വീഡിയോയിലേക്ക്. ആദ്യമായി ഫാറ്റി ലിവർ എത്ര തരത്തിലുണ്ടെന്ന് നോക്കാം. ഫാറ്റി ലിവർ ഡിസീസ് ആൽക്കഹോളിക് ആൻഡ് നോൺ ആൽക്കഹോളിക് എന്നിങ്ങനെ രണ്ട് തരത്തിലുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആദ്യത്തേത് അമിത മദ്യപാനം മൂലമാണ് സംഭവിക്കുന്നത്. രണ്ടാമത്തേത് മറ്റു കാരണങ്ങളാൽ സംഭവിക്കുന്നു. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗം കരളിനെ സാധാരണ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗം മഞ്ഞപ്പിത്തം, പനി, വെളുത്ത രക്താണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ എന്നിവ തുടങ്ങിയ പ്രത്യേക ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഫാറ്റി ലിവർ പ്രശ്നത്തിന് ആയുർവേദ ചികിത്സ എന്തൊക്കെയാണെന്ന് നോക്കാം. ആയുർവേദ പ്രകാരം കരൾ ഒരു പിത്ത അവയവമാണ്. ഇത് സാധാരണയായി ദഹനത്തിന് അത്യന്താപേക്ഷിതമാണ്. ആയതിനാൽ പിത്തദോഷം എല്ലായ്പ്പോഴും സന്തുലമായിരിക്കണം. അങ്ങനെ വിഷവസ്തുക്കളെ ശരീരത്തിൽ നിന്നും കരൾ പുറന്തള്ളുന്നു. പിത്തം വഷളാകുമ്പോൾ കരൾ രോഗം ഉണ്ടാകുന്നു. ജീവിതശൈലി, ഭക്ഷണക്രമം എന്നിവയുടെ സഹായത്തോടെ ഇതിനെ നിങ്ങൾക്ക് ചികിത്സിക്കാം. കൂടാതെ ഫാറ്റി ലിവർ രോഗത്തിന് വിവിധ ആയുർവേദ പ്രതിവിധികളും ലഭ്യമാണ്. ചിറ്റമൃത്. ആയുർവേദത്തിൽ അമൃത് പോലെ തന്നെയാണ് ചിറ്റമൃതും കണക്കാക്കപ്പെടുന്നത്. ഇത് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും. കരളിനെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും ചിറ്റമൃത് ഫലപ്രദമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ചിറ്റമൃത് ഗുണം ചെയ്യും. ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് പ്രവർത്തിക്കുന്നു. കരളിൽ എന്തെങ്കിലും തരത്തിലുള്ള അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും ഇത് കുറയ്ക്കുന്നു. ഫാറ്റി ലിവർ ബാധിച്ചവരുടെ കരളിൽ നിന്നും വിഷാംശം പുറന്തള്ളാനും ചിറ്റമൃത് സഹായിക്കുന്നു. മഞ്ഞൾ. കരളിൽ അടങ്ങിയിരിക്കുന്ന കോശങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഫലപ്രദമായ ആന്റി ഓക്സിഡുകൾ മഞ്ഞളിൽ കാണപ്പെടുന്നു. എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന് മുമ്പ് മഞ്ഞൾപ്പാൽ കഴിക്കുന്നത് ഈ രോഗത്തിൽ നിന്നും മുക്തി നേടാവുന്നതിന് ഗുണം ചെയ്യും. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും മഞ്ഞൾ വളരെ പ്രധാനമാണ്. ശക്തമായ പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ കരൾ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധയ്ക്കും സാധ്യത കുറയ്ക്കുന്നു. നെല്ലിക്ക. ഫാറ്റി ലിവർ എന്ന പ്രശ്നത്തിൽ നിന്നും മുക്തി നേടാൻ നെല്ലിക്ക ഗുണം ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ആന്റി ഓക്സിഡുകളാൽ സമ്പുഷ്ടമായ നെല്ലിക്ക കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ഫാറ്റി ലിവർ ഒഴിവാക്കാൻ ദിവസവും 3 അല്ലെങ്കിൽ 4 അസംസ്കൃത നെല്ലിക്ക കഴിക്കാമെന്ന് വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. വേണമെങ്കിൽ ഉണങ്ങിയ നെല്ലിക്കയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫാറ്റി ലിവർ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള ഗുരുതരമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസവും നെല്ലിക്ക ജ്യൂസ് കുടിക്കണം. അതിനായി 10 മില്ലി കറ്റാർവാഴ നീരും 10 മില്ലി നെല്ലിക്ക നീരും തുല്യ അളവിൽ വെള്ളത്തിൽ കലർത്തി രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് ഒരു തവണ കുടിക്കുക. ഉള്ളി. ഫാറ്റി ലിവർ പ്രശ്നം ഒഴിവാക്കാനായി ഉള്ളി കഴിക്കുന്നത് ഫലപ്രദമാണ്. ആയുർവേദം അനുസരിച്ച് കരളിന്റെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ഘടകങ്ങൾ ഉള്ളി ജ്യൂസിൽ അടങ്ങിയിട്ടുണ്ട്. കരൾ രോഗം ബാധിച്ച രോഗികൾ ദിവസവും 2 തവണയെങ്കിലും ഉള്ളി കഴിക്കണം. പച്ചയുള്ളിയുടെ ഉപയോഗം ഫാറ്റി ലിവർ എന്ന പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ആശ്വാസം നൽകും. കറ്റാർവാഴ. കരളിന് ഉത്തമമാണ് കറ്റാർവാഴ. ഇത് കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ഇത് കരളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വൃത്തികെട്ട കൊഴുപ്പിനെ നീക്കം ചെയ്യുന്നു. പതിവായ മഞ്ഞപ്പിത്തം പിടിപെടുന്നവർക്കും നേരത്തെ മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കും കറ്റാർവാഴ കഴിക്കുന്നത് നല്ലതാണ്. ഫാറ്റി ലിവർ രോഗം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിവേഗം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തെ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ കൊണ്ട് തന്നെ നമുക്ക് തുരത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.